പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 1 പ്രധാന വാർത്തകൾ. സൂർ KMCC ഗ്രാൻഡ് സോഷ്യൽ ഇഫ്താർ ഏപ്രിൽ 5 സൂർ ക്ലബ്ബിൽ വെച്ച് വിപുലമായി നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റമസാൻ 1 മുതൽ 150ഓളം വരുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും ഇഫ്താർ നൽകി വരുന്നുണ്ട്. ഇതിനു പുറമെയാണ് സൂറിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മതരംഗത്ത് പ്രവർത്തിക്കുന്നവരെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി വിപുലമായ രീതിയിൽ ഇഫ്താർ വിരുന്നൊരുക്കുന്നത്. 1000ഓളം വരുന്ന സൂർ പ്രവാസികൾ മെഗാ ഇഫ്താറിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ബിദിയ വിലായത്തിൽ വാണിജ്യ സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയ പ്രവാസിയെ പിടികൂടി. വിവിധ കടകളിലാണ് ഇയാൾ മോഷണം നടത്തിയത്. ROP എയർപോർട്ട് സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് ജനറൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒമാനിലെ സാമൂഹിക പ്രവർത്തകൻ ഫവാസ് കൊച്ചന്നൂരിന്റെ വിയോഗത്തിൽ ആക്സിഡന്റ്സ് ആൻഡ് ഡിമൈസസ് ഒമാൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ചെയർമാൻ ഫിറോസ് ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. സദാനന്ദൻ എടപ്പാൾ, ഹസ്ബുള്ള ഹാജി, നജീബ് K മൊയ്തീൻ, രാജൻ കൊക്കൂരി, അനിൽ, സിയാദ് കളമശ്ശേരി, ദിലീപ് സത്യൻ എന്നിവർ സംസാരിച്ചു. ഗതാഗത നിയമം ലംഘിക്കുകയും പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രൂപത്തിൽ വാഹനം ഉപയോഗിക്കുകയും ചെയ്ത സംഭവത്തിൽ 8 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ മസീറ വിലായത്തിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. മസ്കത്ത് KMCC ഗാല ഏരിയ കമ്മിറ്റി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സമൂഹത്തിലെ നാനാതുറകളിൽ നിന്നുള്ളവർ സന്നിധരായിരുന്നു. കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി റഹീം വറ്റല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ഗാല KMCC പ്രസിഡന്റ് അബ്ദുൽ ഷുക്കൂർ ഹാജി അധ്യക്ഷത വഹിച്ചു. ആഷിഖ് അൽ ഹാദി വാഫി പ്രാർത്ഥന നടത്തി. താമസ നിയമം ലംഘിച്ച പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുറൈമി ഗവർണറേറ്റിൽ പോലീസ് കമാൻഡ് നടത്തിയ പരിശോധനയിൽ 11 വിദേശികളാണ് അറസ്റ്റിലായത്. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണെന്നും ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. SNDP ഒമാൻ യൂണിയൻ സംഘടിപ്പിച്ച ജനകീയ ഇഫ്താർ വിരുന്ന് മാനവ സാമുദായിക സൗഹാർദ്ദങ്ങളുടെ സംഗമവേദിയായി. മബേല ഗൾഫ് കോളേജ് ഹാളിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ ഒമാനിലെ വിവിധ മത, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക സംഘടനാ നേതാക്കൾ സംബന്ധിച്ചു. ഗുരുദേവ ദർശനങ്ങളുടെ പ്രാധാന്യം ആധുനിക കാലത്ത് പോലും വളരെ പ്രസക്തമാണെന്ന് വിവിധ സംഘടനാ നേതാക്കൾ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. റോഡുകളിൽ അശ്രദ്ധമായ ഡ്രൈവിംഗ് അപകടങ്ങൾക്കിടവരുത്തുന്നതായും വാഹനമോടിക്കുന്നവർ ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്നും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. അമിത വേഗതയിലും അശ്രദ്ധമായി ഡ്രൈവിംഗ് പാടില്ല. സിഗ്നൽ നൽകാതെ ട്രാക്ക് മാറരുതെന്നും ഇത്തരം പ്രവണതകൾ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും പോലീസ് പറഞ്ഞു. നിശ്ചിത വേഗപരിധി മറികടക്കരുത്. എതിർദിശയിൽ വാഹനം ഓടിക്കരുത്. പാർക്ക് ചെയ്ത വാഹനത്തിന് പിന്നിൽ നിൽക്കരുത്. കുട്ടികളിൽ നിന്ന് ഉറപ്പുവരുത്താതെ വാഹനം പിന്നോട്ടെടുക്കരുത്. താമസ കേന്ദ്രങ്ങൾക്കരികിലും സ്കൂൾ പരിസരങ്ങളിലും ആശുപത്രികളോട് ചേർന്നുമുള്ള റോഡുകളിലൂടെ വാഹനമോടിക്കുന്നവരും പ്രത്യേകം സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണം. ഗതാഗത നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തി യാത്ര ചെയ്യണമെന്നും ട്രാഫിക് വിഭാഗം അധികൃതർ ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മലയാള ചലച്ചിത്രം ആടുജീവിതം ദി ഗോട്ട് ലൈഫിന്റെ ഉജ്ജ്വല വിജയത്തിന് ശേഷം മസ്കത്തിൽ മടങ്ങിയെത്തിയ ഒമാനി നടൻ ഡോക്ടർ താലിബ് അൽ ബലൂഷിക്ക് മസ്കത്തിലെ കലാസാംസ്കാരിക പ്രവർത്തകരും ടീം മസ്കത്ത് ആർട്സും മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഡോക്ടർ അൽ ബലൂഷിയെ സ്വീകരിക്കാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. ഇന്ത്യയിലെ 5 വ്യത്യസ്ത ഭാഷകളിലായി റിലീസ് ചെയ്ത ചിത്രത്തിൽ ഡോക്ടർ താലിബ് അൽ ബലൂഷിയുടെ പ്രകടനം വ്യാപകമായ പ്രശംസ നേടുകയാണ്. ഭിക്ഷാടകരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ 1555 എന്ന കോൾ സെന്റർ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഭിക്ഷാടകരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് റോയൽ ഒമാൻ പോലീസും സാമൂഹിക വികസന മന്ത്രാലയം നേരത്തെ രംഗത്തെത്തിയിരുന്നു. യാചകർ ആവശ്യപ്പെടുന്നത് നൽകുമ്പോൾ ഇത് തുടരാൻ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നും പോലീസ് ഉണർത്തി. അതേസമയം ഭിക്ഷാടനത്തിന് അറസ്റ്റിലാകുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി. പൊതുസ്ഥലത്തും സ്വകാര്യ കേന്ദ്രങ്ങളിലും യാചന നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി
നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അറസ്റ്റിലാകുന്നവർക്കെതിരെ 1 മുതൽ 2 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കും. 50 റിയാലിന് മുകളിലും 100 റിയാലിന് താഴെയുമായുള്ള തുക പിഴ ഈടാക്കും. വിദേശികളാണെങ്കിൽ ശിക്ഷാ നടപടികൾ പൂർത്തിയാക്കിയാൽ നാടുകടത്തും. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി മസ്കത്ത് നഗരസഭ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നഗരസഭാ ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ നടപടികൾ വിപുലപ്പെടുത്തുകയാണ് അധികൃതർ. അടുത്തിടെ പെയ്ത മഴയിൽ വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങളിലും മറ്റുമാണ് പ്രതിരോധ യജ്ഞം നടന്നുവരുന്നത്. കൊതുകുകളുടെ വ്യാപനം തടയാൻ പൊതുജനങ്ങൾ വീടുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഫീൽഡ് ടീമുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കൊതുകിനെതിരെയുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായി നിരവധി വീടുകളിൽ കീടനാശിനികൾ തളിച്ചു. വലിയ കീടനാശിനികളാണ് ഇതിനായി ഉപയോഗിച്ചത്. സുഹാറിലെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ ടീം എള്ളുണ്ട കുടുംബം ഇഫ്താർ വിരുന്ന് നടത്തി. എള്ളുണ്ട എന്ന പേരിൽ 10 എപ്പിസോഡിൽ പുറത്തിറങ്ങിയ വെബ് സീരീസ് പുതിയ രൂപത്തിൽ ഉടനെ പുറത്തിറക്കാനുള്ള ആലോചന നടക്കുന്നതായി ഇഫ്താറിൽ പങ്കെടുത്ത സീരീസ് പ്രൊഡ്യൂസർ മുഹമ്മദ് സഫീറും ക്യാമറാമാൻ പ്രണവ് ഐ മാജിക്കും മുഖ്യനടൻ സിറാജ് കാക്കൂറും പറഞ്ഞു. എള്ളുണ്ട വെബ് സീരീസ് സംവിധായകൻ റഫീഖ് പറമ്പത്ത് ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ നമീബിയ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് മസ്കത്തിൽ തുടക്കമാകും. ആമിറാത്ത് ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ ഏപ്രിൽ 7 വരെയാണ് 5 മത്സരങ്ങളടങ്ങുന്ന പരമ്പര. 7 ദിവസങ്ങൾക്കിടയിൽ ഏപ്രിൽ 3, 6 തീയതികളിലൊഴികെ എല്ലാ ദിവസവും മത്സരങ്ങളുണ്ടാകും. ഉച്ചയ്ക്ക് 2:30 എല്ലാ ദിവസവും മത്സരങ്ങൾ ആരംഭിക്കും. 2024 2020 ലോകകപ്പിന് യോഗ്യത നേടിയ ഇരു ടീമുകൾക്കും മികച്ച മുന്നൊരുക്കം കൂടിയാകും പരമ്പര. താരങ്ങൾക്കും ലോകകപ്പ് ടീമിൽ ഇടം നേടുന്നതിനാവശ്യമായ പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കും. അതേസമയം ഏപ്രിലിൽ ഉഗാണ്ടയിൽ നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന 4 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് റദ്ദാക്കി. നമീബിയയും നെതർലൻഡുമായിരുന്നു ഈ ടൂർണമെന്റിലെ മറ്റു ടീമുകൾ. എന്നാൽ ഇതിന് പിന്നാലെ നമീബിയയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒമാനിൽ 2020 സീരീസ് പ്രഖ്യാപിക്കുകയായിരുന്നു. അടുത്തിടെ നടന്ന പാപ്പുവ ന്യൂഗിനിയയുമായുള്ള ഏകദിന 2020 സീരീസിൽ ഒമാൻ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.